ഹായ്, എന്നെ അറിയോ? എല്ലാവരും മറന്നുപോയോ? ജയാ പുളിക്കൽ നെല്ലിക്കുഴി യൂട്യൂബ് ചാനൽ സ്വാഗതം. നമ്മൾ കണ്ടിട്ടൊക്കെ എത്രയോ നാളുകളായില്ലേ. എനിക്ക് വീഡിയോ ഇടാനൊന്നും സമയമില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു. നിങ്ങൾ ക്ഷമിക്കുക. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇടും. ഞാൻ മൂകാംബികയിൽ മധുരയിലൊക്കെ പോയി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എന്നെ ഒരു നാടക ഗ്രൂപ്പിലേക്ക് വിളിച്ചു. കഴിഞ്ഞ മാസം പോയി എൻ്റെ റിഹേഴ്സലൊക്കെ നടത്തി. നാടകത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നാടകം അഭിനയിക്കുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളും, ഓണത്തിന് അത് തട്ടേ കയറണമല്ലോ, അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഇച്ചിരി താമസിക്കുന്നത്. ആർക്കും വഴക്കൊന്നും തോന്നരുത്. അതേമാതിരിക്ക് എല്ലാവർക്കും അനുഗ്രഹം എനിക്കുണ്ടാവണം. ഞാൻ ചെറുപ്പത്തിലെ നാടകവും ബാലയൊക്കെ ഹൈ റേഞ്ചിൽ ആനച്ചാല ക്ഷേത്രത്തിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ കാലങ്ങൾ പോയി, പ്രായമായില്ലേ. പക്ഷേ കുഴപ്പമില്ല, അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല സഹകരണമുള്ള നാടക ഗ്രൂപ്പാണ്. ആലുവ നിശാഗന്ധി പ്രസാദേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ. എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നെ അതിലേക്ക് അടുപ്പിച്ച്. പ്രസാദേട്ടൻ നല്ല സ്വഭാവമാണ്. 150 നാടകവേദിയിലും ബാലയിലൊക്കെ അഭിനയിക്കുന്ന ആ ഒരു ചേട്ടനാണ്, ഡയറക്ടറാണ്. 2 പേരുണ്ട്. ഒന്ന് രാജു, പുള്ളി എറണാകുളത്താണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എൻ്റെ നാടകം പഴയ പുരാണകഥയാണ്. ചങ്ങമ്പുഴ അവതരിപ്പിച്ച രമണൻ എന്ന സിനിമയുടെ കഥയാണ് ഞങ്ങളുടെ നാടകം. അതിൻ്റെ കുറയ്ക്കാനുള്ളതെല്ലാം കുറച്ച്, കയറ്റാനുള്ളതെല്ലാം കയറ്റി പ്രസാദേട്ടൻ സ്വന്തം സംവിധാനം ചെയ്ത നാടകമാണ്. ഇതൊക്കെ ഉണ്ടോ രമണൻ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ നാടക ഗ്രൂപ്പിൻ്റെ അഡ്രസ്സും പേരും ഫോട്ടോയും, ഞങ്ങളുടെ ഡയറക്ടറിൻ്റെ ഫോട്ടോയും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും കാണണം, അനുഗ്രഹിക്കണം. എനിക്ക് ഷീല നസീർ അതിനകത്ത് അഭിനയിക്കണേ. അപ്പോൾ രമണനായിട്ട് പ്രസാദേട്ടനാണ്. പിന്നെ ഷീലയുടെ റോൾ അഭിനയിക്കുന്ന ഉഷ എന്ന് പറഞ്ഞ ഒരു ടീച്ചറാണ്. എനിക്ക് അവരുടെ അമ്മ റോളാണ്. മാലതി എന്ന കഥാപാത്രമാണ് എൻ്റെ. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. സാമ്പത്തികം മുതലും കുറേ പണക്കാരൻ്റെ ഭാര്യയായിട്ട് നാടകത്തിൽ ജീവിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും കാണണം. നിങ്ങളുടെ അടുത്തൊക്കെ അമ്പലങ്ങളിൽ നാടകം ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിപ്പിക്കണം. ഞങ്ങളുടെ ഡയറക്ടറുടെ എല്ലാ അഡ്രസ്സും ഫോൺ നമ്പറും എൻ്റെ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. കാണണം, എല്ലാവരും അനുഗ്രഹിക്കണം. പഴയ കഥയാണ് രമണൻ്റെ, നല്ലതാണ്. നമുക്ക് ലവ് സ്റ്റോറി ഉണ്ട്, സങ്കടമുണ്ട്, ചിരിയുണ്ട്. എല്ലാവരും കാണണം. നിങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഞങ്ങളെ അനുഗ്രഹിക്കുക. ഞങ്ങളെ നാടക ഗ്രൂപ്പിലേക്ക് വിളിക്കുക, ബുക്കിംഗ് തരിക. തുടരെ കഥാപാത്രം എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം തട്ടേ കയറിയിട്ടില്ലല്ലോ. അപ്പം കഥ പറയാൻ പറ്റില്ല. പക്ഷേ രമണൻ്റെ ആണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പക്ഷെ അത് കുറച്ചും കയറ്റേണ്ട അടുത്ത് കയറ്റിയും കുറച്ചും കൂട്ടിയും അങ്ങനെയൊക്കെ അച്ചേട്ടൻ സ്വന്തം ഇതാണ്. ഒത്തിരി കഥകളും എഴുതിയിട്ടുള്ള മനുഷ്യനാണ് പ്രസാദേട്ടൻ. എല്ലാവരും പ്രസാദേട്ടൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും, അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ നാടകം മുന്നോട്ട് പോകുവാനും, ഞങ്ങൾ അവതരിപ്പിക്കുന്ന 10 പേരുണ്ട്. ആ 10 പേർക്കും എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളിൽ നിന്ന് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ബായ്. എല്ലാ ഫോട്ടോയും ഇതൊക്കെ ഞാനിത് ഫോട്ടോ ഇതിൻ്റെ ഒപ്പം ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ചാനലിൽ എടുത്ത് നിങ്ങൾ നോക്കുക. പ്രസാദേട്ടൻ്റെ ഫോട്ടോയും പിന്നെ ഞങ്ങളുടെ നിശാഗന്ധി എന്നുള്ള ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾ കാണണം. ഓക്കെ.